നമുക്കാണേ ദൈവത്തെ ഒട്ടും പേടിയില്ല, ചുറ്റുപാടുള്ള മനുഷ്യരെയും പേടിയാ, സാത്താനെ അതിനെക്കാട്ടിലും പേടിയാ. സിസ്റ്റം തിരിഞ്ഞു. ആരെ ഭയപ്പെടാവൂ? ദൈവത്തെ. അയൽവക്കത്ത് നിന്നെ വെല്ലുവിളിക്കുന്നതിനെ പേടിക്കരുത്. ദാവീദിന്റെ മറ്റുള്ളവർ ദാവീദ് വ്യത്യസ്തനായ എന്തുവാ? ഗത്യനായ ഗോലിയാത്തിനെ ശൗലിന് പേടിയാ, പക്ഷെ ദാവീദിന് പേടിയില്ല. ദാവീദിന് ദൈവത്തെ പേടിയാ. മിണ്ടുന്നില്ല. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ഒന്നുമില്ലാതാകും, മനുഷ്യരൊന്നുമില്ലാതാകും. അതാകണമെങ്കിൽ ദൈവഭയമകത്ത് കയറണം. ഈ ദാനിയേലിന്റെ ഒക്കെ ധൈര്യം കണ്ടോ? തനിക്കെതിരെ ഒരു രാജ്യരേഖ എഴുതി മുദ്ര വെച്ചു. ദാനിയേൽ മുട്ടുകുത്തി ഒരൊറ്റ പ്രാർത്ഥനയാ, അവനറിയാ രേഖ പൊളിക്കാൻ ഈ പ്രയർ മതി. നിനക്കെതിരെ നിൽക്കുന്ന ചില വിരോധ എഴുത്തുകൾ ക്യാൻസലാക്കാൻ ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഒരുവൻ അകത്തുണ്ടാകുന്ന ധൈര്യമുണ്ട്. എന്റെ കൂടെ ആരുമില്ല, പക്ഷെ എന്റെ കൂടെ ദൈവമുണ്ട്. ഇന്ന് പകൽ അകത്തു ദൈവഭയമുള്ളവനോട് ഞാൻ പറയാം, നീ ലോകത്തിൽ ഒന്നിനെയും പേടിക്കരുത്. ഒരു മന്ത്രവാദിയെയും പേടിക്കരുത്, ഒരു ആഭിചാരത്തെയും പേടിക്കരുത്, ഒരു പ്രാക്കിനെയും പേടിക്കരുത്, ഒരു ശാപത്തെയും പേടിക്കരുത്. ദൈവത്തെ മാത്രമേ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായ പോലെ പലരും വെടക്കം എഴുതി തള്ളിയ വിഷയത്തിനകത്ത് ദൈവം നിന്നെ ഒരു അത്ഭുതമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും നകത്തും ദൈവഭയം ഉണ്ടാകണം. വിനയത്വം, താഴ്മ, ദൈവത്തോടുള്ള ബഹുമാനമൊക്കെ നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. നമ്മൾ പറയുന്ന കൃപയാണ്, അതുകൊണ്ട് രണ്ട് ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, കൃപ കർത്താവ് ക്ഷമിക്കും. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വിളിച്ചവരൊക്കെ ഇപ്പൊ ഒക്കത്ത് കയറിയിരിക്കുക. ഞാൻ നിങ്ങളോട് ദൂത് പറയാം, വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകത്തില്ല, നീ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടുത്തുന്നത് വചനമാണ്. ഇതിനുപദേശം വിട്ട് ന്യായപ്രമാണം അയഞ്ഞെന്ന ഹബക്കൂക്ക് പ്രവചിച്ചത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, പ്രമാണം മുറുകെ പിടിച്ചോ, നീ രക്ഷപ്പെടും.